ഹലോ ചേച്ചി, വിന്നർ ആണല്ലോ. സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അകത്ത് എങ്ങനെയുണ്ടായിരുന്നു ജഡ്ജസിന്റെ കമന്റ്സ്? വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ജഡ്ജസിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചു വന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. എന്താ ചെയ്തത്? കാലം മാറിപ്പോയിട്ടുണ്ട്, കുട്ടികളുടെ ഒക്കെ കോലം മാറിപ്പോയി, ഓരുടെ തമതാരവും മാറിപ്പോയി. ഇപ്പോൾ ഓര് പറയണത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയണത് ഓർക്കും. അങ്ങനെ ഒരു ഹലാക്കിലാണ് നമ്മൾ. ഓൾ ദി ബെസ്റ്റ് ഇനി ഫ്യൂച്ചറിലേക്ക് എല്ലാ ആശംസകളും. ഐ എം റീന ബഷീർ, ഫോട്ടോ വെച്ചിന്ന് വരുന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ ട്രാജഡിയാണ് അവീർ ഉണ്ടാക്കുന്നത്. അതിലേറ്റവും വലിയ ട്രാജഡി ഇപ്പോഴത്തെ ഈ മൊമെന്റിൽ റീന ഇത് പറയുക എന്നുള്ളത് അതിലേറെ ട്രാജഡിയാണ്. സോ യു ആർ ഗോയിങ് ത്രൂ ട്രോമ, ഭയങ്കര വിഷമം പിടിച്ചൊരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് എങ്ങനെ പറയാം? ഷോ, ഈ അവിയൽ ആരാണാവോ കണ്ടുപിടിച്ചത്? ഷോ, ഏത് നേരം തോന്നി എൻ്റെ ഭർത്താവിന് ഈ അവിയൽ ഉണ്ടാക്കാൻ. എനിക്ക് വയ്യ ഇന്നത് ഉണ്ടാക്കാൻ, എന്നാലും ഉണ്ടാക്കിയേ പറ്റൂ. ശരി, ഈ ക്യാരറ്റ് കണ്ടുപിടിച്ചാൽ ഞാൻ 2 എണ്ണം കൊടുത്തിട്ട് എന്നെ കാര്യം. വെരി ഗുഡ്. ബോലെ ചൂടിയാ ബോലെ കങ്കന ഹായ് മേ ഹോ ഗയി തേരെ സാजना तेरे बिन तो मैं भी मर जाऊं लेट लेट जा. വെരി ഗുഡ്. സർട്ടിഫിക്കറ്റ് ആണത്. നമ്മോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റുമായ ഒരു വിന്നർ കൂടെ ഉണ്ട്. പരിചയപ്പെടാം. ഹലോ ചേച്ചി, പേര്? റീന. എക്സൈറ്റഡ് ആണോ സർട്ടിഫിക്കറ്റ്? ഉണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. എന്ത് തോന്നുന്നു? പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ വരുമ്പോൾ സെലക്റ്റഡ് ആവുന്നു? സെലക്റ്റഡ് ആവണം എന്ന് എന്നെക്കാളേറെ നിർബന്ധം എൻ്റെ മകനായിരുന്നു. സോ ഈ സർട്ടിഫിക്കറ്റ് അവന് വേണ്ടിയാണ് ഞാൻ ഈ ഫസ്റ്റ് റൗണ്ട് വിൻ ചെയ്തിരിക്കുന്നത്. സാറിന് എങ്ങനെയാണ് ഇതിലൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളാണോ? വൈഫിന് കൂടുതൽ താല്പര്യം, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, കൂടെ വരുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം അല്ല, വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഞാൻ മറ്റേ കുട്ടികളുടെ പരിപാടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ വനിതകൾക്കുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണം, ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഓരോ ഷോ കഴിയുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ സംരംഭമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്, എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. വൈഫിനെ ഇങ്ങനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഇനി ഫ്യൂച്ചർ റൗണ്ട്സിലേക്ക്. എൻ്റെ പേര് ബിന്ദു, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. പണ്ടിപ്പോൾ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ കുറേ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട് പാട്ടിൻ്റെ പേരിൽ. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങി ജീവിതമല്ല, അത് കാരണം അങ്ങനെ ഒരു അതൊക്കെ സന്തോഷമാണോ ഉറക്കം തൂങ്ങി ജീവിക്കാൻ? അല്ല, അപ്പോഴാണ് ഇപ്പോൾ അമൃത ടി വിക്കാർ ഇങ്ങനെ ഒരു ചാൻസ് കൊണ്ടുവന്നത്. വെരി ഗുഡ്. സത്യത്തിൽ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഈ ചെറുപ്പക്കാർ പിള്ളേര് നമ്മളെപ്പോലുള്ളവരൊന്നും ആർക്കും വേണ്ടേന്ന് ഇങ്ങനെ വിചാരിക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രോഗ്രാം. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഒരു സിറ്റുവേഷൻ ഞാൻ തരാം. യു ആർ ജസ്റ്റ് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ വെച്ച് ഒരു മൊമെന്റിൽ അപ്പം നമ്മൾ ഈ കാണാൻ പോകുന്നത് നിങ്ങൾ മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ കടന്നു പോകുന്നതും പിന്നീട് ഒരു മൊമെന്റിൽ ചിറകുമുളച്ച് നിങ്ങൾ പറന്നു പോകുന്നു. Good. Well done. ഹലോ ചേച്ചി, വിന്നറാണ്. സന്തോഷത്തിലാണോ? കുറച്ച് സന്തോഷമുണ്ട്. കുറച്ച് സന്തോഷമുള്ളൂ? നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ വരുമ്പോ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പാട്ട് പാടും കുറച്ചൊക്കെ. അപ്പോൾ എൻ്റെ വിചാരം അതാണ് ഇവിടെ നോക്കണത്, പാട്ടിൻ്റെ കോമ്പറ്റീഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വന്നപ്പോൾ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ എനിക്ക് ഒന്നും പറ്റും തോന്നിയില്ല. പക്ഷേ
അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്തു. ഇനി എന്താണ് പ്രതീക്ഷ? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യണം വീട്ടിലെല്ലാവരും. അപ്പോൾ ചേച്ചി ഓൾ ദി ബെസ്റ്റ്. ഇനിയും നന്നായിട്ട് പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ. താങ്ക് യു. എൻ്റെ പേര് ജ്യോതി. ഓക്കെ. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ജ്യോതിക്ക് ഒരു 10-60 വയസ്സായിരുന്നു വരും. യുവർ എ ക്യാരക്ടർ ഒരു 60 വയസ്സോളമായി. ഈ കഴിഞ്ഞൊരു 10-45 വർഷം നമ്മൾ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്. അദ്ദേഹം മരിച്ചുപോയി. ആൻഡ് യു ആർ സോ ഹാപ്പി. ഭയങ്കര ഹാപ്പിയാണ്. സൂര്യക്കോട് ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളതാണ്. പക്ഷേ അതേസമയം നമുക്ക് പുറത്തുള്ളവരെ ഭയങ്കര ദുഃഖമായിട്ടൊരു ഒരവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണിക്കുകയാണ് കേട്ടോ. സോ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാണ് നിങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നുള്ളത്. ബട്ട് വളരെ രഹസ്യമായി നിങ്ങൾ ഇതിൽ സന്തോഷിക്കുന്നുമുണ്ട്. ഈ രണ്ട് സിറ്റുവേഷനും ഉണ്ട്. ഒന്ന് കാണിക്കാൻ ഒന്ന് ചെയ്യൂ. 60 വയസ്സ്. നിങ്ങൾക്ക് ഭർത്താവിന് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങളെ വോയിസിലൂടെ, ശബ്ദത്തിലൂടെ, സംഭാഷണത്തിലൂടെ വരണം. ഞാൻ ഒറ്റയ്ക്കായി പോലെ എക്സാജറേറ്റഡ്. ഞാൻ എന്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാൻ വരുമോ? എൻ്റെ പേര് ടെനി. ഞാൻ കലൂരിൽ നിന്ന് വരുന്നു. പ്രിയരെ വന്ദനം. യശശരീരനായ തോപ്പിൽ ബാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവുമായി സംസാരിക്കുന്നത് എൻ്റെ ഭാവനയിലൂടെ. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാ, കണ്ടില്ലേ കിടക്കണ കിടപ്പ്, മുടിഞ്ഞു, എല്ലാം മുടിഞ്ഞു. ഞാൻ സംഗീത വിനോദ്. ഞാൻ പാലക്കാട് നിന്നും വരുന്നു. Sangeeta, we have put you on the waiting list. Yeah, so we will get back to you.